ഇതൊക്കെ കേട്ട കാറലിന് അതിലൊന്നും അത്ര വിശ്വാസമില്ല. ഈ നൂറ്റാണ്ടിലും യക്ഷിയൊക്കെ ഉണ്ടോ എന്ന് കാറലിന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉടനെ 8 ബാൾ, അവള് യക്ഷിയും പ്രേതമൊന്നുമല്ല, വാമ്പയറാ വാമ്പയർ. പിന്നെ നീ വിശ്വസിക്കണ്ട, ബർഗിന് സംഭവിച്ചത് നീ വിശ്വസിക്കണ്ട. പിന്നെന്തിനാ നീ പേടിച്ച് ഓടി വന്ന് ഇതിനകത്ത് പാത്തിരിക്കുന്നത്? അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അവരെ നേരിട്ടൂടെ എന്ന് ചോദിക്കും. സൂര്യപ്രകാശം അവൾക്ക് പറ്റാത്തോണ്ടാ അവൾ ഈ ഫ്ലൈറ്റ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തൽക്കാലം ഈ UV ലൈറ്റ് കൊണ്ടൊരു പണിയുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് വാന്നും പറഞ്ഞ് 8 ബാൾ മുകളിലേക്ക് പോകാൻ ഇറങ്ങിയതും ഇങ്ങനെ മാത്രം പോയാൽ അപകടമാണെന്നും പറഞ്ഞ് കോർട്ടക്സ് 8 ബാളിനെ തടയും. വാമ്പയർ ആയ ശേഷം നജ്ജ അവൾക്ക് ആവശ്യമായ ബ്ലഡ് ബാങ്കിൽ നിന്ന് വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഏലിയസ് ആണെങ്കിൽ ചെറിയ കുട്ടിയാണ്, പക്ഷേ രക്തം കുടിച്ചാലുടനെ നജ്ജ അഗ്രസീവ് ആകാൻ തുടങ്ങും. വാമ്പയറായിട്ട് ഏലിയാസിനെ പോലും ഉപദ്രവിക്കുമെന്ന് നജ്ജയ്ക്ക് നല്ല പേടിയുണ്ട്. അവൻ കരയുന്നത് കേട്ടിട്ട് നജ്ജ അവനെ പേടിപ്പിക്കുന്നതോടെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലേൽ ഏലിയാസിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ അവൾ അന്ന് അപകടം പറ്റിയ വീട്ടിലേക്ക് ചെല്ലും. അവിടെ പ്രായമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇയാളുടെ മോനാണ് അന്ന് നജ്ജയെ കടിച്ചതും നിക്കോളയെ കൊന്നതും. ഇവളാണ് തൻ്റെ മകനെ കൊന്നതെന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ നജ്ജയെ വെടിവെക്കും. എന്നാൽ അവൾ വെടികൊള്ളാതെ ഒഴിഞ്ഞു മാറിയിട്ട് അയാളെ ആക്രമിക്കും. എന്നാൽ അവളും വാമ്പയറായെന്ന് മനസ്സിലാക്കിയ അയാൾ, അന്ന് എൻ്റെ മോൻ നിന്നെ കടിച്ചത് മനഃപൂർവ്വമല്ല, അതവൻ്റെ അവസ്ഥയായിരുന്നു, നിനക്കും ഈ ഗതിയായിരിക്കും എന്ന് പറയും. അത് ശ്രദ്ധിക്കാതെ അവൾ അയാളെ കൊന്നിട്ട് അവിടെ എല്ലാം പരിശോധിക്കും. അപ്പോഴാണ് വാമ്പയർ വൈറസിനെ സപ്രസ് ചെയ്യിക്കാനായിട്ട് അയാൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നജ്ജ കാണുന്നത്. അവൾ ഉടനെ അതെല്ലാം എടുത്ത് ബാഗിലാക്കിയിട്ട് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ എടുത്ത് അയാളുടെ ദേഹത്തും വീടിന് ചുറ്റും ഒഴിച്ചിട്ട് നജ്ജ ആ വീടിന് തീവെക്കും. 8 ബാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായ കാറലും സംഘവും അവളെ എങ്ങനെ ഇല്ലാതാക്കണമെന്നുള്ള ചർച്ചയിലാണ്. വെടിവെച്ചാൽ വാമ്പയറുകൾ മരിക്കില്ല, കത്തിയോ കൂർത്ത ആയുധങ്ങളോ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കണം, അല്ലെങ്കിൽ തീ കത്തിക്കുകയോ സൂര്യപ്രകാശം അടുപ്പിക്കുകയോ ചെയ്യണം, എങ്കിലേ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റൂ. അതുകൊണ്ട് 8 ബാൾ ഒരു ഹോക്കി സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ അറ്റം കൂർപ്പിച്ച് ഒരു ആയുധം ഉണ്ടാക്കും. എന്നാൽ ബാസ്റ്റിന് മുകളിൽ ചെന്ന് നജ്ജയെ ആക്രമിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പോരെ, ചുമ്മാ അവളുടെ വായിലേക്ക് കയറി ചെന്ന് മരിക്കണോ? അവൾ നമ്മളെ കണ്ട ആ നിമിഷം നമ്മളെ കൊല്ലും, എന്നിട്ടേ അവൾ ചോരയും കുടിക്കത്തുള്ളൂ. പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടാം, അതേ ഒരു വഴിയുള്ളെന്ന് ബാസ്റ്റിൻ പറയും. ഇത് കേട്ട കാറിൽ, നമുക്ക് അങ്ങനൊന്നും ഇവിടുന്ന് ചാടാൻ പറ്റില്ല, ബർഗിന് മാത്രമേ കപ്പലിൽ കാത്തിരിക്കുന്നവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ അറിയത്തുള്ളൂ. അതാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരും കൂടെ കുടുങ്ങാതിരിക്കാൻ സംസാരിച്ച ശേഷം ബർഗ് ആ നമ്പർ ഡിലീറ്റും ചെയ്യുമായിരുന്നു. ലണ്ടനിലോ ന്യൂയോർക്കിലോ എവിടെ ചെന്നാലും യാത്രക്കാർ നമ്മളെ പിടിച്ച് പോലീസിലേൽപ്പിക്കും. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ പ്ലെയിൻ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് സേഫായ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യുക. അതുകൊണ്ട് കാറിൽ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വീണ്ടും മുകളിലേക്ക് പോകും. ഇത് കോക്പിറ്റിലിരിക്കുന്ന ഏലിയാസ് കാണും. അവൻ ഉടനെ പുറത്തിറങ്ങി മരിച്ചു കിടക്കുന്ന ബർഗിന്റെ ശരീരത്തിലെ കത്തി വലിച്ചൂരി അത് വെച്ച് നജ്ജ ഇരിക്കുന്ന ക്യാബിന്റെ ഡോറ് തുറക്കും. നജ്ജയാണേൽ അതിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ഏലിയാസ് എങ്ങനെയും അവളെ കോക്പിറ്റിലേക്ക് കയറ്റാൻ നോക്കുമെങ്കിലും അവനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് പറ്റുന്നില്ല. അവനുടനെ മുഹമ്മദിനെ കൂടെ സഹായത്തിന് വിളിക്കും. നജ്ജയ്ക്ക് മാത്രമേ ഭീകരന്മാരുടെ കയ്യിൽ നിന്ന് യാത്രക്കാരെ രക്ഷിക്കാൻ പറ്റൂ എന്നറിയാവുന്ന മുഹമ്മദ് അവരുടെ അടുത്തേക്ക് ചെല്ലാനിറങ്ങിയതും ഭീകരർ തൊട്ടടുത്തെത്തിയോണ്ട് അവനുടനെ അകത്ത് കയറി കോക്പിറ്റിന്റെ വാതിലടയ്ക്കും. ഏലിയാസ് വിളിക്കുന്നത് കേട്ട് ബോധം വന്ന നജ്ജ നോക്കുമ്പോൾ അവിടേക്ക് 8 ബാളും സംഘവും വരുന്നത് കാണും. അവൾ ഉടനെ ഏലിയാസിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി അവരുടെ നേരെ ചെല്ലും. സൈക്കോ 8 ബാൾ അവളെ ഹോക്കി സ്റ്റിക്ക് കാണിച്ച് വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ കാറിലും ബാക്കിയുള്ളവരും അല്പം പേടിച്ചാണ് നിൽക്കുന്നത്. അവരോട് അവളെ വെടിവെക്കരുതെന്ന് 8 ബാൾ പ്രത്യേകം പറയും. അവൻ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 8 ബാളിനെ ആക്രമിക്കാനായി അടുത്തേക്ക് ചെന്ന നജ്ജയുടെ നേരെ അവൻ UV ലൈറ്റ് അടിക്കും. അതോടെ നജ്ജ പൊള്ളിത്താഴേക്ക് വീഴും. അവൾ വീണതോടെ 8 ബാൾ ഒഴികെ ബാക്കി 3 ഭീകരന്മാരും കോക്പിറ്റിലേക്ക് ചെന്നിട്ട് മുഹമ്മദിനോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടും. അവനുടനെ ഇവരകത്ത് കയറാതിരിക്കാനായിട്ട് വാതിലിനോട് ചേർന്ന് നിൽക്കും. താഴെ വീണ് കിടക്കുന്ന നജ്ജയുടെ രൂപം സൈക്കോ 8 ബാളിന് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ട് അവനുടനെ അവളുടെ പല്ലൊക്കെ പരിശോധിച്ച് നോക്കും. എന്നിട്ട് ഒരു സിറിഞ്ച് എടുത്തുകൊണ്ട് വന്ന് അവളുടെ ബ്ലഡ് കളക്ട് ചെയ്യും. അതിനുശേഷം അവനുണ്ടാക്കിയ ആ കൂർത്ത കമ്പുള്ള ഹോക്കി സ്റ്റിക്ക് ആയുധം അവളുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കാൻ നോക്കിയതും ഇതെല്ലാം മറഞ്ഞിരുന്ന് കണ്ട ഏലിയാസ് അവിടെ കിടന്ന ഒരു തോക്കെടുത്ത് 8 ബാളിന് നേരെ ചൂണ്ടിയിട്ട്, മര്യാദയ്ക്ക് എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറ്, ഇല്ലേലും ഞാൻ വെടിവെക്കുമെന്ന് പറയും. ഇത് കേട്ട 8 ബാള്, ആഹാ മോന് വെടിവെക്കാനൊക്കെ അറിയാമോ, എന്നാലൊന്ന് വെച്ചേ കാണട്ടെ എന്ന് പറഞ്ഞ് ഏലിയാസിൻ്റെ നേരെ ചെല്ലും. എന്നിട്ട് അവൻ്റെ കയ്യിൽ തോക്ക് പിടിച്ചു വാങ്ങാൻ നോക്കും. പക്ഷേ അപ്പോഴേക്കും അറിയാതെ വെടിപൊട്ടും. അത് കൊള്ളുന്നത് വിമാനത്തിൻ്റെ വിൻഡോയിലാണ്. അതോടെ ഗ്ലാസ് പൊട്ടി വിമാനത്തിനകത്തേക്ക് വായു കയറി ഡീപ്രഷറൈസ്ഡ് ആവും.
അതോടെ വിമാനത്തിനകത്തെ സേഫ്റ്റി മാസ്കുകളെല്ലാം പുറത്തേക്ക് വീഴും. ശ്വാസം മുട്ടിയ യാത്രക്കാരെല്ലാം ഉടനെ മാസ്ക് എടുത്തു വെക്കും. പക്ഷേ വിമാനത്തിലെ ഓക്സിജൻ വെറും 10 മിനിറ്റ് നേരത്തേക്കേ കാണൂ. ഇതറിയാവുന്ന ബാസ്റ്റിൻ എത്രയും പെട്ടെന്ന് വിമാനം താഴ്ത്തി പറക്കണം, എങ്കിലേ ഈ അവസ്ഥ മാറി എല്ലാവർക്കും ശ്വസിക്കാൻ പറ്റത്തുള്ളൂ എന്ന് കാറലിന് മുന്നറിയിപ്പ് നൽകും. എല്ലാവർക്കും തൽക്കാലത്തേക്കെങ്കിലും ഓക്സിജൻ മാസ്ക് കിട്ടിയെങ്കിലും നിലത്ത് വീണ് കിടക്കുന്ന ഏലിയാസിന് മാസ്ക് കിട്ടിയിട്ടില്ല. അവന് ശ്വാസം മുട്ടുന്നുണ്ട്. ഇത് നദ്ജയ്ക്ക് മനസ്സിലായി. അവൾ ഉടനെ അവൻ്റെ അടുത്തേക്ക് നിരങ്ങി ചെന്നിട്ട് ഒരു മാസ്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് നദ്ജ ചുറ്റും ഭീകരന്മാരെ നോക്കുമ്പോഴാണ് 8 ബാൾ മാസ്ക് വെച്ച് നിൽക്കുന്നത് അവൾ കാണുന്നത്. ഉടനെ നദ്ജ 8 ബാളിന് നേരെ വെടിവെക്കും. പക്ഷേ അതവൻ്റെ ദേഹത്ത് കൊള്ളത്തില്ല. അപ്പോഴാണ് ബ്രോക്കർ കുഞ്ചു മാസ്ക് കിട്ടാഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു അമ്മുമ്മയെ ഭീഷണിപ്പെടുത്തി അവരുടെ മാസ്ക് ഊരി വാങ്ങുന്നത്. അത് അങ്ങനെ ഒരു സ്വാർത്ഥൻ. യാത്രക്കാർക്കെല്ലാം മാസ്ക് ഉള്ളതുകൊണ്ട് ശ്വസിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഭീകരര് അകത്ത് കയറാതിരിക്കാൻ വേണ്ടി വാതിലിൽ പിടിച്ചു നിൽക്കുന്ന മുഹമ്മദിന് മാസ്ക് എടുക്കാൻ പറ്റുന്നില്ല. അവൻ മാസ്ക് എടുക്കാൻ പോയാൽ ആ നിമിഷം ബാസ്റ്റിനും മറ്റുള്ള ഭീകരരും വാതിൽ തുറന്ന് അകത്തേക്ക് വരും. ബാസ്റ്റിനും കോർട്ടക്സിനും എങ്ങനെയും കോക്പിറ്റിനകത്തേക്ക് കയറാൻ നോക്കുമ്പോഴേക്കും ശ്വാസം കിട്ടാതെ മുഹമ്മദ് കുഴഞ്ഞു വീണ് മരിക്കും. അതോടെ കോക്പിറ്റിലെ ഡോറും തുറക്കും. നദ്ജ ഏലിയാസിനെ കൊണ്ട് വരുന്നത് കണ്ട ഫരീദ് അവനെ രക്ഷിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. എങ്കിലും നദ്ജയുടെ രൂപം കണ്ടിട്ട് ഫരീദിന് പേടിയാവുന്നുണ്ട്. അത് മനസ്സിലായ നദ്ജ അവൻ്റെ കയ്യിലേക്ക് ഏലിയാസിനെ കൊടുത്തിട്ട് 8 ബാളിനെ അന്വേഷിച്ചു പോകും. കോക്പിറ്റിനകത്തേക്ക് കയറിയ ബാസ്റ്റിൻ പെട്ടെന്ന് തന്നെ വിമാനത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുത്ത് അത് താഴ്ത്തി പറപ്പിക്കും. എന്നാൽ ബ്രോക്കർ കുഞ്ചു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബാലൻസ് തെറ്റി അവൻ നിലത്തേക്ക് വീഴും. അയാളുടെ ദേഹത്തേക്കാണെങ്കിൽ ഒരു പെട്ടിയും വന്നിടിക്കുന്നുണ്ട്. 8 ബാളിൻ്റെ രക്തപ്പാട് ഫോളോ ചെയ്ത് അവനെ തപ്പി നടക്കുന്ന നദ്ജയ്ക്ക് അവൻ കാർഗോ ഹോൾഡിലുണ്ടെന്ന് മനസ്സിലാവും. അവൻ അതിനകത്തിരുന്ന് നേരത്തെ കുത്തിയെടുത്ത അവളുടെ രക്തം വെച്ച് എന്തെങ്കിലും ഒപ്പിക്കുമെന്നറിയാവുന്ന നദ്ജ അവനെ ആക്രമിക്കാനായിട്ട് കാറിൻ്റെ വാതിൽ തുറക്കാൻ നോക്കുമെങ്കിലും അത് ലോക്കാണ്. അവൾ കയ്യിലിരിക്കുന്ന തോക്ക് വെച്ച് കാറിൻ്റെ ഗ്ലാസ്സിന് നേരെ ചന്നം പിന്നെ വെടിവെക്കും. എന്നാൽ അത് ഗ്ലാസ്സിൽ ചെറുതായിട്ട് ക്രാക്ക് ആക്കിയതേ ഉള്ളൂ. ഉടനെ അവൾ അടുത്തിരിക്കുന്ന ഒരു ഇരുമ്പ് കമ്പി എടുത്ത് ആ ക്രാക്ക് വീണ ഭാഗത്തൂടിയിട്ട് അവനെ കുത്താൻ നോക്കും. 8 ബാൾ ഉടനെ ആ ഇരുമ്പ് കമ്പി അങ്ങ് വലിച്ചെടുക്കും. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നേരത്തെ അവൻ എടുത്ത നദ്ജയുടെ രക്തം സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെക്കും. അതോടെ അവനും വാമ്പയറാകാൻ തുടങ്ങും. പെട്ടെന്ന് നദ്ജ എന്തെങ്കിലും ആയുധം കിട്ടുമോ എന്നറിയാനായിട്ട് ചുറ്റും നോക്കുമ്പോഴാണ് ഒരു ക്യാനിൽ പെട്രോൾ ഇരിക്കുന്നത് കാണുന്നത്. കുറച്ചപ്പുറത്ത് തീപ്പെട്ടി ഉണ്ടായിരുന്നു. നദ്ജ നേരത്തെ കാറിൻ്റെ ഗ്ലാസ്സിലുണ്ടായിരുന്ന ആ ഹോളിലൂടെ പെട്രോള് കാറിനകത്തേക്കും 8 ബാളിൻ്റെ ശരീരത്തിലേക്ക് ഒഴിച്ച് തീ അങ്ങ് കത്തിക്കും. ബാസ്റ്റിൻ വിമാനം താഴേക്ക് പറത്തിയതോടെ യാത്രക്കാർക്കെല്ലാം നോർമലായിട്ട് ശ്വാസം എടുക്കാൻ പറ്റി. അപ്പോഴാണ് കാർഗോ ഹോൾഡിൽ തീ പിടിച്ചെന്നുള്ള അലാം മുഴങ്ങുന്നത്. ബാസ്റ്റിൻ ഉടനെ കാർഗോ ഹോൾഡിലെ തീപിടുത്തം പൂർണ്ണമായിട്ടും അണച്ചില്ലെങ്കിൽ വാതിലുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഓൺ ആക്കിയിട്ട് കാർഗോ ഹോൾഡിലെ തീ അണയ്ക്കും. തീ അണഞ്ഞതോടെ നദ്ജ വീണ്ടും വീണ്ടും തീപ്പെട്ടി കത്തിക്കാൻ നോക്കുമെങ്കിലും പറ്റുന്നില്ല. അപ്പോഴേക്കും കാറിനും ബാസ്റ്റിനുമെല്ലാം കാർഗോ ഹോളിനടുത്തേക്ക് വരും. അത് കണ്ട നദ്ജ അവരുടെ കണ്ണ് വെട്ടിച്ച് ഹച്ചിലൂടെ മുകളിലേക്ക് കയറും. എന്നാൽ അവളെ കണ്ടതും യാത്രക്കാരെല്ലാം പേടിച്ച് അവരിയ്ക്കുന്ന സീറ്റിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങും. അവളെ കണ്ട ഫരീദാണേൽ ഏലിയാസിനെ കൂടെ എടുത്തുകൊണ്ടാണ് ഓടുന്നത്. യാത്രക്കാരിങ്ങനെ പേടിച്ചോടുമ്പോഴാണ് റെയ്നറുടെ ഭാര്യ നിലത്തേക്ക് മറിഞ്ഞു വീഴുന്നത്. എന്നാൽ പേടിച്ചോടുന്ന യാത്രക്കാർ അത് ശ്രദ്ധിക്കാതെ അവരുടെ ദേഹത്തൂടെ ചവിട്ടിയാണ് ഓടുന്നത്. ഫരീദ് ഏലിയാസിനെ കെയർ ചെയ്യുന്നത് നദ്ജ ശ്രദ്ധിക്കുന്നുണ്ട്. കാർഗോ ഹോൾഡിലെ തീ അണഞ്ഞുകൊണ്ടും അവിടെങ്ങും നദ്ജയെ കാണാത്തോണ്ടും അവൾ ഇനിയും ആരേലും കൊണ്ട് കോക്പിറ്റിൽ കയറുമെന്ന് കരുതിയ ബാസ്റ്റിൻ നമുക്ക് കോക്പിറ്റിലേക്ക് തിരികെ പോകാമെന്ന് പറയും. അപ്പോഴാണ് അവിടെ കിടക്കുന്ന കാറ് അൺലോക്ക് ആകുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. അതിനകത്ത് ആരാന്നറിയാൻ കോർട്ടക്സ് വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് 8 ബാളിനെയാണ്. അവനുടനെ 8 ബാൾ പൊള്ളലേറ്റി കിടക്കുകയാണ്. പക്ഷെ ജീവൻ ഉണ്ടെന്ന് തോന്നുന്നെന്നും പറഞ്ഞ് കാറിനകത്തേക്ക് തലയിട്ടതും 8 ബാൾ അവൻ്റെ കഴുത്തിലേക്ക് ഒറ്റക്കടി. സ്വാഭാവികം, അല്ലെങ്കിൽ 8 ബാൾ ഒരു സൈക്കോയാണ്. ഇപ്പം അവൻ വാമ്പയറുമായിട്ടുണ്ട്. ഈ ബാസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. എന്തേലും അപകടം മണത്ത ബാസ്റ്റിൻ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കത്തില്ല. ഓടിക്കുമെന്ന് പറഞ്ഞ് ബാസ്റ്റിൻ ആദ്യമേ ഓടി രക്ഷപ്പെടും. എന്നാൽ പിന്നാലെ ഓടിയ കാറലിൻ്റെ കാലിൽ 8 ബാൾ കയറി പിടിച്ച് അവനെ വലിച്ച് താഴേക്കിടും. ഇതിനിടെ മുകളിലെത്തിയ ബാസ്റ്റിനെ നദ്ജ നിലത്തേക്ക് തള്ളിയിട്ടിട്ട് അവൻ്റെ പല്ലും മുഖവും ഒക്കെ പരിശോധിച്ചിട്ട് സത്യം പറ, നിനക്കെവിടെയെങ്കിലും കടി കിട്ടിയോ എന്ന് ചോദിക്കും. ബാസ്റ്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോഴാണ് കാറിൽ കരയുന്നത് നദ്ജ ശ്രദ്ധിക്കുന്നത്. കാര്യം ഭീകരനാണേലും കൂട്ടത്തിൽ മനസാക്ഷിയുള്ള ഒരാളായോണ്ട് കാറലിനെ രക്ഷിക്കാനായിട്ട് നദ്ജ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെല്ലും.
എന്നാൽ അപ്പോഴേക്കും 8 ബാള് വീണ്ടും അവനെ വലിച്ച് താഴേക്കിടും. ഇത് കണ്ടതോടെ 8 ബാള് മുകളിലേക്ക് വരാതിരിക്കാനായിട്ട് നജ്ജ ആ വാതിലടച്ചിട്ട് കുറച്ചുകൂടെ ബലത്തിനായിട്ട് ഒരു വലിയ പെട്ടി വാതിലിന് മുകളിലേക്ക് വെക്കും. ആളുകളെല്ലാം ഇതൊക്കെ കണ്ട് പേടിച്ച് ഒരു ഭാഗത്തേക്ക് നിൽക്കുമ്പോഴാണ് അവിടേക്ക് റെയ്നർ വന്നിട്ട് ആരേലും എൻ്റെ ഭാര്യയെ കണ്ടോ എന്ന് തിരക്കുന്നത്. ഇതിനിടെ ബാസ്റ്റിനെ ജോൺ എന്നൊരു യാത്രക്കാരൻ പിടിച്ചു നിർത്തിയിട്ട്, നീയൊക്കെ കാരണമാണ് ഈ വിമാനത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്, നിന്നെയൊക്കെ തീർത്ത് കളയണമെന്ന് ദേഷ്യപ്പെടും. ഇത് കണ്ട ജൂലി അവിടേക്ക് വന്നിട്ട്, പൈലറ്റിനെ വെറുതെ വിട്, സുരക്ഷിതമായിട്ട് ഇത് അടുത്ത എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ ഇയാൾ നമ്മുടെ കൂടെ വേണമെന്ന് പറയും. അന്നേരമാണ് റെയ്നർ വീണ്ടും വന്നിട്ട്, എൻ്റെ ഭാര്യയെ കാണുന്നില്ല, അവളെ ആ യക്ഷി പിടിച്ചെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഉടനെ അവിടെ നിന്ന് ഏലിയാസ്, എൻ്റെ അമ്മ യക്ഷിയും പ്രേതമൊന്നും അല്ല, നിങ്ങളൊക്കെ പോലെ ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് പറയും. റെയ്നർ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും ബഹളം വെക്കുന്നത് കണ്ട ജോൺ, ഞാനൊരു പട്ടാളക്കാരനാണ്, നിങ്ങളുടെ ഭാര്യയെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം, നമുക്കൊരുമിച്ച് അവരെ തിരഞ്ഞ് കണ്ടുപിടിക്കാമെന്ന് ആശ്വസിപ്പിക്കും. എന്നിട്ട് യാത്രക്കാരോട്, നിങ്ങളെല്ലാവരും സമാധാനത്തോടെ സീറ്റിൽ അടങ്ങിയിരിക്കെ, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല, ആ യക്ഷിയെ ഞാൻ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് ജോൺ റെയ്നറേയും കൂട്ടി അയാളുടെ ഭാര്യയെ തിരക്കി മുന്നോട്ട് നടക്കും. കാറലിനെ നിലത്തേക്ക് വലിച്ചിട്ടിട്ട് 8 ബാള് അവനെ കടിക്കാതെ അറഞ്ച പുറഞ്ഞ് എടുത്തിട്ട് നല്ല കുമ്മനിടി ഇടിക്കുകയാണ്. നിന്നെ ഞാൻ കടിച്ചാൽ നിനക്ക് കാലങ്ങളോളം മരണമില്ലാതെ വാമ്പയറായി ജീവിക്കാം, കടിക്കട്ടെ എന്ന് 8 ബാള് ചോദിക്കുമ്പം, നിന്നെപ്പോലൊരു വൃത്തികെട്ടവനാണല്ലോ എന്നെ കൊല്ലുന്നതെന്ന ഒറ്റ സങ്കടമേ ഉള്ളൂ, എനിക്ക് വാമ്പയർ ആകണ്ട, ആയാൽ ഞാൻ ആദ്യം നിന്നെ ആയിരിക്കും തീർക്കുന്നതെന്ന് കാറല് പറയുമ്പോൾ 8 ബാള് അവനെ കൊന്നിട്ടാണ് അവൻ്റെ രക്തം കുടിക്കുന്നത്. ഈ ബഹളത്തിനിടയിലും നജ്ജയുടെ അടുത്തേക്ക് പോവാൻ ശ്രമിക്കുന്ന ഏലിയാസിനെ ഫരീദ് തടയും. എന്നിട്ട്, മോനെ നീ സത്യം പറ, നിന്റെ അമ്മയുടെ അസുഖം ക്യാൻസർ അല്ല, ഇത് മറ്റെന്തോ അസുഖമാണ്, ഇനി നിന്റെ അമ്മ മരിച്ച് യക്ഷി വല്ലോ ആയിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് വന്നതാണോ എന്നൊക്കെ ചോദിക്കും. ഉടനെ ഏലിയാസ് കരഞ്ഞുകൊണ്ട്, എൻ്റെ അമ്മ യക്ഷിയൊന്നുമല്ല, അമ്മ ഒരു വാമ്പയർ കടിച്ചതാ, ആ രോഗം മാറ്റാനാണ് ഞങ്ങൾ ന്യൂയോർക്കിലേക്ക് പോകുന്നത്, ഡോക്ടർ ഈ രോഗം പൂർണ്ണമായും മാറ്റി എൻ്റെ അമ്മയെ പഴയ പോലെ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അമ്മയല്ലാതെ വേറെ ആരുമില്ല, അമ്മയെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങും. ഉടനെ ഫരീദ് അവനെ ജൂലിയെ ഏൽപ്പിച്ചിട്ട് നജ്ജയെ തിരക്കി പോവും. പെട്ടികൾ വാതിലിന് മുകളിൽ ഒന്നൊന്നായി അടുക്കി വെക്കുന്ന നജ്ജ ഏലിയാസിന്റെ കരച്ചിൽ കേൾക്കും. അവനാണേല്, അമ്മയെ സൂക്ഷിക്കണേ, ഇവരെല്ലാം അമ്മയെ കൊല്ലാനാ നോക്കുന്നതെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പോഴാണ് ഭാര്യയെ തിരക്കി നടക്കുന്ന റെയ്നർ അവര് സീറ്റുകൾക്കിടയിൽ വീണ് കിടക്കുന്നത് കാണുന്നത്. അയാള് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവര് മരിച്ചു കിടക്കുകയാണ്. എന്നാൽ ഏലിയാസ് കരയുന്ന കേട്ട് അവിടേക്ക് വന്ന നജ്ജയെ കണ്ട ജോൺ, അവളാണ് റെയ്നറുടെ ഭാര്യയെ കൊന്നതെന്ന് കരുതി വെടിവെക്കും. അത് നജ്ജയുടെ കയ്യിലാണ് കൊള്ളുന്നത്. ഉടനെ റെയ്നർ ഓടിച്ചെന്ന് ജോണിന്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി അവളെ ആക്രമിക്കാനായിട്ട് ചെല്ലും. ഇത് കണ്ട ഫരീദ് റെയ്നറെ തടഞ്ഞിട്ട്, നിങ്ങളുടെ ഭാര്യയെ നജ്ജയല്ല കൊന്നത്, കണ്ടാൽ അറിഞ്ഞൂടെ, തിക്കിലും തിരക്കിലും പെട്ട് ആരുടെയൊക്കെയോ ചവിട്ടുകൊണ്ടാണ് അവർ മരിച്ചത്. പക്ഷെ അതൊന്നും റെയ്നർ ശ്രദ്ധിക്കുന്നില്ല. ശരീരം നൊന്താൽ നജ്ജ വീണ്ടും വാമ്പയറായി മാറുമല്ലോ, അതിപ്പോൾ നജ്ജയ്ക്ക് മാത്രമല്ല എനിക്കും ശരീരം നൊന്താൽ ദേഷ്യം വരും. അഗ്രസീവായ നജ്ജ ചാടി വന്ന് റെയ്നറെ ആക്രമിക്കും. എന്നിട്ട് അയാളുടെ കയ്യിലാണ് അവൾ കടിക്കുന്നത്. പക്ഷെ ഈ സമയം പുറകിൽ നിന്ന് വന്ന ജോൺ ഒരു കറുത്ത തുണിയെടുത്ത് നജ്ജയുടെ മുഖം മൂടിയിട്ട് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും. ഇതോടെ നജ്ജ കൂടുതൽ അഗ്രസീവാവും. എന്നാൽ അവൾ ആക്രമിക്കുന്നത് ഫരീദിനെയാണ്. അവനെ നിലത്തേക്ക് തള്ളിയിട്ട് കഴുത്തിൽ കടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏലിയാസ് ജൂലിയുടെ കയ്യിൽ കടിച്ചിട്ട്, അമ്മ ആ അങ്കിളിനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഏലിയാസ് അവളുടെ നേരെ ഓടിച്ചെല്ലും. അവൻ പറയുന്നത് കേട്ട നജ്ജ പെട്ടെന്ന് ഫരീദിന്റെ അടുത്തുനിന്ന് മാറും. അപ്പോഴാണ് അവൾക്ക് താൻ എന്താ ചെയ്യാൻ പോയെന്നുള്ള ബോധം വരുന്നത്. അവള് ഫരീദിന്റെ അടുത്തുനിന്ന് മാറുമ്പോഴാണ് കാർഗോ ഹോൾഡിലെ ശബ്ദവും അവൾ ശ്രദ്ധിക്കുന്നത്. അവളെ വെടിവെക്കാനായിട്ട് വന്ന ജോണിനോട് നജ്ജ വെടിവെക്കരുത്, വലിയൊരു അപകടം കാർഗോ ഹോൾഡിലുണ്ടെന്ന് പറയും. സംഭവം എന്താന്ന് വെച്ചാൽ 8 ബാളിന്റെ കടി കൊണ്ട കോർട്ടെക്സും വാമ്പയറായി മാറിയിരുന്നു. ഇപ്പോൾ 2 വാമ്പയറുകൾ കാർഗോ ഹോൾഡിലുണ്ട്. അതുകൊണ്ട് നജ്ജ കാർഗോ ഹോൾഡിലേക്കുള്ള വേറൊരു വാതിൽ അടയ്ക്കാനായിട്ട് ഓടിച്ചെല്ലുമ്പോഴേക്കും ആ വഴി 8 ബാൾ വന്നു കഴിഞ്ഞിരുന്നു. അവള് വാതിലടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ഉടനെ ഏലിയാസ് അമ്മയെ സഹായിക്കാൻ ഫരീദിനോട് പറയും. ഇത് കേട്ട ഫരീദ് ഓടി വന്ന് വാതിലടയ്ക്കാൻ നോക്കുമെങ്കിലും അവൻ്റെ കൈ വാതിലിനടുത്തൂടെ വലിച്ചെടുത്തിട്ട് 8 ബാൾ ആ കയ്യിൽ കടിക്കും. കടികൊണ്ട ഫരീദ് വേദനയോടെ വാതിലിനടുത്തുനിന്ന് മാറിയതും നജ്ജയെ തള്ളി മാറ്റി 8 ബാൾ അകത്തേക്ക് കയറും. എന്നാൽ ഭാഗ്യത്തിന് ജോൺ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ 8 ബാളിനെ ചന്നം ഭിന്നം വെടിവെക്കും. വെടികൊണ്ട ഫോഴ്സിൽ 8 ബാള് കാർഗോ ഹോൾഡിനകത്തേക്ക് വീണതും നജ്ജ പെട്ടെന്ന് വാതിലടയ്ക്കും. എന്നിട്ട് വേഗം ഫരീദിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അവനും വാമ്പയർ ആകുമെന്ന് അറിയാവുന്ന നജ്ജ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് വൈറസ് ശരീരം മൊത്തം വ്യാപിപ്പിക്കാതിരിക്കാനായിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട്, നീ എന്നോട് ക്ഷമിക്ക്, ഇതല്ലാതെ നിന്നെ രക്ഷിക്കാൻ വേറൊരു വഴിയില്ലെന്നും പറഞ്ഞിട്ട് കടിയേറ്റ അത്രയും ഭാഗം മുറിച്ചു കളയും.
അപ്പോഴാണ് ഏലിയാസിൻ്റെ അടുത്തിരിക്കുന്ന ജൂലിയ ഒരു ശബ്ദം കേൾക്കുന്നത്. അതെന്താണെന്ന് നോക്കുമ്പോൾ വാമ്പയറായ കോർട്ടക്സ് ആ വാതിലിലൂടെ മുകളിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അവൾ ഉടനെ ഏലിയാസിനോട് ആരെയെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് ശ്രമിക്കാൻ പറഞ്ഞിട്ട് കോർട്ടക്സ് കയറി വരുമ്പോൾ വാതിലടയ്ക്കാൻ ശ്രമിക്കും. ഇതിനിടെ ഫരീദിന്റെ കൈ മുറിച്ചെങ്കിലും ആ രക്തത്തിന്റെ മണം അടിച്ചിട്ട് നജ്ജയ്ക്ക് അത് കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാകും. എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ച് അല്പം ദൂരേക്ക് മാറിയിരിക്കും. അപ്പോഴേക്കും മരുന്നുമായിട്ട് ജോൺ ഫരീദിന്റെ അടുത്തേക്ക് വരും. അന്നേരമാണ് ഏലിയാസ് ഹച്ചടയ്ക്കാൻ കുറെ ഭാരമുള്ള വസ്തുക്കൾ വേണമെന്നും പറഞ്ഞ് ഓടുന്ന ശബ്ദം നജ്ജ കേൾക്കുന്നത്. അവൻ ഭാരമുള്ള വസ്തുക്കൾ വേണമെന്ന് പറഞ്ഞത് കേട്ട യാത്രക്കാര് അവിടെ നിൽക്കുന്ന അല്പം ഭാരക്കൂടുതലുള്ള ഒരാളെ ശ്രദ്ധിച്ചു നോക്കും. കാർഗോ ഹോൾഡിൽ മാത്രമല്ല അപകടം, നേരത്തെ നജ്ജ കഴിച്ച റെയ്നറും ഇപ്പോൾ വാമ്പയറായി മാറിയിട്ടുണ്ട്. അയാളുടനെ മുറിവ് പറ്റി എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന ബ്രോക്കർ കുഞ്ചുവിനെ കണ്ടിട്ട് ഹായ് പാപ്പോ എന്നും പറഞ്ഞ് അവിടേക്ക് ചെല്ലും. പാപ്പോ എന്തോ നിങ്ങൾക്കറിയാവോ? നമ്മൾ ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന ആഹാരം കേട്ടോ പാപ്പം. നജ്ജ ഹച്ചിൻ്റെ അടുത്തേക്ക് ചെന്നതും ജൂലിയെ കടിക്കാൻ ശ്രമിക്കുന്ന കോർട്ടക്സിനെയാണ് കാണുന്നത്. നജ്ജ ഉടനെ കോർട്ടക്സിനെ അവിടെ കിടന്ന ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് അടിച്ച് തിരികെ കാർഗോ ഹോൾഡിലേക്ക് തള്ളിയിടും. എന്നാൽ കാർഗോ ഹോളിൽ നിന്ന് 8 ബാള് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചതും നജ്ജ അതിൻ്റെ വാതിലടച്ചിട്ട് ഭാരമുള്ളൊരു പെട്ടി അതിൻ്റെ പുറത്ത് വെക്കാൻ നോക്കും. ഇത് കണ്ട ജോണും ഓടി വന്ന് നജ്ജയെ ഹെൽപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കും. റെയ്നർ ബ്രോക്കർ കുഞ്ചുവിൻ്റെ രക്തം കുടിക്കാൻ ശ്രമിക്കുന്നത് ഏലിയാസ് കാണും. അവനുടനെ ഓടിച്ചെന്ന് റെയ്നറെ തള്ളി മാറ്റാൻ ശ്രമിക്കും. ആ ബഹളം കേട്ട് നജ്ജ അവിടേക്ക് ഓടിച്ചെന്നിട്ട് ഏലിയാസിനോട് മാറി നിൽക്കാൻ പറയും. ഉടനെ ഏലിയാസ് ഈ അങ്കിളിനെ രക്ഷിക്ക്, ഇല്ലേല് അങ്കിളും കടി കൊണ്ട് വാമ്പയറാകുമെന്ന് പറയും. അവൻ പറഞ്ഞുകൊണ്ട് നജ്ജ റെയ്നറെ ആക്രമിച്ച് അവൻ്റെ രക്തം കുടിക്കും. അതോടെ നജ്ജ എല്ലാ അർത്ഥത്തിലും ഒരു വാമ്പയറായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് അവിടെ കൂടി നിൽക്കുന്ന യാത്രക്കാരും ഏലിയാസും ഫരീദിൻ്റെ കയ്യിലെ മുറിവ് കാണുന്നത്. അത് എന്താ പറ്റിയെന്നുള്ള രീതിയിൽ ഏലിയാസ് നോക്കുമ്പോൾ അത് 8 ബാൾ കടിച്ചതാണെന്ന് പറയാതെ പകരം വാതിലടയ്ക്കാൻ നോക്കിയപ്പോൾ അതിനിടയിൽ കൈ കുടുങ്ങിയതാണ്. അവനിപ്പോൾ ജീവനോടെ ഇരിക്കാൻ തന്നെ കാരണം നജ്ജയാണെന്ന് ഫരീദ് പറയും. എന്നിട്ട് അവൻ നജ്ജയെയും ഏലിയാസിനെയും കൊണ്ട് മുന്നോട്ട് നടന്നിട്ട് ഈ യാത്രക്കാർക്കിടയിൽ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ എന്ന് അന്വേഷിക്കും. ആ കൂട്ടത്തിലൊരു ലേഡി ഡോക്ടർ ഉണ്ട്. അവരുടനെ മുമ്പോട്ട് വരും. എന്നാൽ ഫരീദ് അവൻ്റെ കയ്യിലെ മുറിവിനെക്കുറിച്ച് പറയാതെ അപ്പുറത്ത് ബ്രോക്കർ അപകടം പറ്റി കിടപ്പുണ്ട്, അയാളെ ഒന്ന് പരിശോധിക്കാനാണ് പറയുന്നത്. നജ്ജ അവിടെ നിൽക്കുമ്പോൾ കോ പൈലറ്റ് ബാസിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഉടനെ അവനെ പിടിച്ചു വലിച്ച് മുമ്പോട്ട് നടക്കും. ഇത് കണ്ട് യാത്രക്കാര് ബഹളം വെക്കാൻ തുടങ്ങിയതും ഫരീദ് അവരോട് നജ്ജ കൂടെയുള്ളതുകൊണ്ട് മാത്രമാണ് കാർഗോ ഹോൾഡിലെ വാമ്പയറുകളെ അതിൽ തന്നെ പൂട്ടിയിടാൻ പറ്റിയത്. അവള് നമ്മളെ രക്ഷിക്കാനാണ് നോക്കുന്നത്, ആരും പേടിക്കണ്ട, നമ്മൾ സുരക്ഷിതരായി തന്നെ ന്യൂയോർക്കിലെത്തുമെന്ന് അവൻ യാത്രക്കാരെ ആശ്വസിപ്പിക്കും. എന്നിട്ട് ബാസ്റ്റിനെയും കൊണ്ട് കോക്പിറ്റിലെത്തിയിട്ട് ന്യൂയോർക്കിലേക്ക് വിമാനം പറത്താൻ ആവശ്യപ്പെടും. എന്നാൽ ഇവർ കരുതുന്ന പോലല്ല വിമാനത്തിൻ്റെ കണ്ടീഷൻ എന്ന് ബാസ്റ്റിന് മനസ്സിലാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പറത്തി വിമാനത്തിൻ്റെ ഫ്യുവല് തീരാറായി. അതുകൊണ്ട് വിമാനം താഴെ വീണ് പൊട്ടിത്തെറിക്കാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള എയർപോർട്ടിൽ ഇറക്കണം. എന്നാൽ നജ്ജ അതൊന്നും സമ്മതിക്കില്ല. ഉടനെ ഫരീദ് അവളെ ആശ്വസിപ്പിച്ചിട്ട് ഇയാളൊരു പൈലറ്റ് അല്ലേ, അതുകൊണ്ട് തൽക്കാലം നമുക്ക് ബാസ്റ്റിൻ പറയുന്നത് പോലെ കേൾക്കാം, അതേ ഒരു വഴിയുള്ളൂ എന്ന് പറയും. അവളെ അടുത്തു നിന്ന ഏലിയാസും ആശ്വസിപ്പിക്കും. ഫരീദ് പറഞ്ഞിട്ട് ഡോക്ടർ ബ്രോക്കർ കുഞ്ചുവിനെ പരിശോധിക്കുമ്പോൾ അയാൾ ഞാൻ രക്ഷപ്പെടുവോ, എത്ര പണം വേണേലും തരാം, രക്ഷിക്കണമെന്നൊക്കെ പറയും. ഇത് കേട്ട ഡോക്ടർ നിങ്ങൾ വിഷമിക്കാതിരിക്കെ, ഞാൻ നിങ്ങളെ ആദ്യം ഒന്ന് പരിശോധിക്കട്ടെ എന്നും പറഞ്ഞ് അയാളുടെ മുറിവ് ചെക്ക് ചെയ്യും. മറ്റൊരു എയർപോർട്ടിൽ എമർജൻസി ലാൻഡിംഗ് നടക്കുമ്പോൾ വെയിലേൽക്കാതിരിക്കാനായിട്ട് ഏലിയാസ് നജ്ജയോട് ഹച്ചിലേക്ക് ഇറങ്ങി അവിടെ സുരക്ഷിതമായി ഇരിക്കാമെന്ന് പറയും. എന്നിട്ട് അവൻ ആദ്യം ഹച്ചിലേക്ക് ഇറങ്ങും, പിന്നാലെ നജ്ജയും. പക്ഷെ അപ്പോഴേക്കും നജ്ജ പൂർണ്ണമായിട്ടും വാമ്പയറായി കഴിഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഏലിയാസ് കുറച്ച് മണിക്കൂറുകൾ കൂടി പിടിച്ചു നിൽക്ക്, ന്യൂയോർക്കിലെത്തിയാൽ എല്ലാം ശരിയാകുമെന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഫരീദിന് നല്ലപോലെ ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ട് ഡോക്ടർ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ആ മുറിവെല്ലാം ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് മരുന്നും കൊടുക്കും. മറ്റുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ സ്വന്തം കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയും. അപ്പോഴേക്കും അടുത്തുള്ള എയർപോർട്ടിൽ നിന്നും അവിടേക്ക് വിമാനം ഇറക്കാനും എന്താണ് പറ്റിയതെന്നും ചോദിച്ചു കോള് വരും. അതിന് ബാസ്റ്റിൻ വിമാനം കുറേ ആളുകൾ ഹൈജാക്ക് ചെയ്തു, ഇപ്പോൾ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്, പൈലറ്റ് മരിച്ചുപോയി, ഹൈജാക്കേഴ്സ് എല്ലാവരും യാത്രക്കാർ പൂട്ടിയിട്ടെന്ന് പറയും. ബ്രോക്കർ കുഞ്ചു ആണേൽ ഇനി ആരെയും നോക്കാൻ പോകണ്ട, എന്നെ മാത്രം നോക്കിയാൽ മതി, ഞാൻ ജീവിച്ചിരുന്ന നിങ്ങൾക്ക് $1 മില്യൺ തരാം, എന്നെ മാത്രം നോക്കിയാൽ മതിയെന്നൊക്കെ പറയും.
ഇത് കേട്ട ഡോക്ടറിന് ദേഷ്യം വരും. നിങ്ങളുടെ പൈസയൊന്നും എനിക്ക് വേണ്ട, ആദ്യം നിങ്ങൾ ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ട് അവർ മരുന്നെടുക്കാനായിട്ട് പോകും. അവർ പോയതും ഈ സ്വാർത്ഥനായിട്ടുള്ള ബ്രോക്കർ കുഞ്ചു വാമ്പയർ കടിച്ചാൽ അയാൾക്കും ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് 8 ബാളിനെ പൂട്ടിയിട്ടിരിക്കുന്ന വാതിൽ ഒരു വിധത്തിൽ നിരങ്ങിച്ചെന്ന് തുറക്കും. എന്നിട്ട് അവനോട് എനിക്കും ജീവിക്കണം, എന്നെ കടിക്കാൻ പറയും. സത്യത്തിൽ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ബ്രോക്കറെ കാലെ വാരി താഴെ അടിക്കാനാണ് തോന്നിയേ. അതെന്തായാലും 8 ബാളും ചെയ്ത്. 8 ബാള് അയാളെ കടിക്കാതെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരെണ്ണം കൊടുക്കും. എന്നിട്ട് അവൻ ഡോക്ടറിനെയും ജോണിനെയും കടിക്കും. നദ്ജയുടെ അവസ്ഥ മോശമായോണ്ട് ഏലിയാസ് ഡോക്ടർ ബ്രൗണിനെ വിളിച്ച് കാര്യം പറയും. ഉടനെ ഡോക്ടർ പേടിക്കണ്ട, നിങ്ങൾ ലാൻഡ് ചെയ്യുന്ന എയർപോർട്ടിൽ ഞാൻ അവിടുത്തെ ഡോക്ടർമാരോട് സംസാരിച്ചിട്ട് നദ്ജയ്ക്ക് ന്യൂയോർക്കിൽ എത്തുന്നത് വരെ വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാമെന്ന് ഉറപ്പ് കൊടുക്കും. അവനത് നദ്ജയോട് പറയുമ്പോഴാണ് പെട്ടെന്ന് അവള് സ്ക്രീനിൽ 8 ബാള് ആളുകളെ ആക്രമിക്കുന്നത് കാണുന്നത്. ഇത് ഫരീദും കാണുന്നുണ്ട്. അപ്പോഴേക്കും നദ്ജ ഫരീദിന്റെ അടുത്തേക്ക് വരും. 8 ബാള് ആക്രമിക്കുന്നുണ്ട്. യാത്രക്കാരെല്ലാം പേടിച്ച് കോക്പിറ്റിന്റെ വാതിൽ തുറക്കാൻ ബഹളം വെക്കും. അവരെ രക്ഷിക്കാനായിട്ട് വാതിൽ തുറക്കാൻ പോയ ഫരീദിനെ ബാസ്റ്റിൻ തടയും. ഈ വാതിൽ തുറന്നാൽ എല്ലാവരും കൂടെ ഇതിനകത്തേക്ക് ഇടിച്ചു കയറും. അതിൽ 8 ബാളിന്റെ കടിയേറ്റ് ഇൻഫെക്റ്റ് ആയവരും കാണും. ചിലപ്പം 8 ബാളും കാണും. അതുകൊണ്ട് തൽക്കാലം വാതിൽ തുറക്കാൻ പറ്റില്ല എന്ന് ബാസ്റ്റിൻ തീർത്തു പറയും. അപ്പോഴാണ് നദ്ജ മറ്റൊരു അപകടത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇവർ ഈ വാതിൽ തുറന്നില്ലേല് കടിയേറ്റ് മിക്കവരും വാമ്പയറുകളായിട്ട് മാറും. അങ്ങനാണെങ്കിൽ താമസിയാതെ സൂര്യൻ ഉദിക്കുമ്പം ഇവരെല്ലാം കാർഗോ ഹോൾഡിൽ ഒളിക്കും. എന്നാൽ ഇരുട്ടായാൽ എല്ലാവരും പുറത്തിറങ്ങും. അതോടെ നമ്മൾ ഇറങ്ങുന്ന എയർപോർട്ടിലുള്ളവരും അപകടത്തിലാകും. ഉടനെ ഫരീദ് നമുക്ക് ലാൻഡ് ചെയ്താലുടൻ പുറത്തിറങ്ങാം, എന്നിട്ട് ഫ്യൂവൽ ടാങ്കുമായിട്ട് ഈ വയറ് ഘടിപ്പിച്ച് നേരത്തെ ഭീകരർ സെറ്റ് ചെയ്ത ബോംബുകൾ പൊട്ടിച്ച് ഇവരെയെല്ലാം തീർക്കാമെന്ന് പറയും. അപ്പോഴാണ് അടുത്ത പ്രശ്നം. ഇത് പൊട്ടിത്തെറിപ്പിക്കണമെങ്കിൽ റിമോട്ട് വേണം. അതെവിടെയാണോന്ന് അറിയാമോ എന്ന് ഫരീദ് ബാസിനോട് ചോദിക്കും. അത് കാർഗോ ഹോൾഡിലും മരിച്ചു കിടക്കുന്ന കാറലിന്റെ പോക്കറ്റിലാണ്. കാർഗോ ഹോൾഡിലേക്ക് പുറത്തൂടിറങ്ങാതെ ഹച്ചിലെ ഒരു ചെറിയ വഴിയിലൂടെ ഇറങ്ങാൻ പറ്റും. പക്ഷേ അത് വളരെ ചെറിയ വഴിയാണ്. ഫരീദിന് ഒരിക്കലും അതിലൂടെ ഇറങ്ങാൻ പറ്റില്ല. ഉടനെ നദ്ജ, നിങ്ങളെല്ലാവരും സുരക്ഷിതമായി പുറത്തിറങ്ങിയാലുടൻ ഞാനിത് തകർക്കാം, അല്ലാതെ വേറെ വഴിയില്ല. എന്നാൽ ഇത് കേട്ട ഏലിയാസ് അത് സമ്മതിക്കുന്നില്ല. അവനുടനെ ഞാൻ കാർഗോ ഹോൾഡിൽ ഇറങ്ങി റിമോട്ട് എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. പക്ഷെ നദ്ജ അത് സമ്മതിക്കത്തില്ല. ഉടനെ അവൻ അവളുടെ നേരെ UV ലൈറ്റ് അടിച്ചിട്ട് പെട്ടെന്ന് അതിലേക്ക് കയറും. ആരും അത് പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് ഫരീദിനോ ബാസ്റ്റിനോ അവനെ തടയാനും പറ്റിയില്ല. അവൻ പതിയെ നിരങ്ങി കാർഗോ ഹോൾഡിലെത്തും. എന്നാൽ അവിടെ ഡോക്ടറും ജോണും ഒക്കെ വാമ്പയറായി മാറി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും UV ലൈറ്റ് അടിച്ച് അപകടത്തിൽപ്പെടാതെ ഒരുവിധം അവൻ കാറിൽ കിടക്കുന്നിടത്തേക്ക് ഓടും. ഏലിയാസിനെ രക്ഷിക്കാനായി പുറത്തിറങ്ങാൻ നദ്ജ ശ്രമിക്കുമ്പോൾ ബാസ്റ്റിൻ അവളെ തടഞ്ഞിട്ട് സ്ക്രീനിലേക്ക് നോക്കാൻ പറയും. നോക്കുമ്പം ഏലിയാസ് അവിടെത്തി കാറലിന്റെ പോക്കറ്റിൽ നിന്ന് റിമോട്ട് എടുത്തിട്ടുണ്ട്. ഉടനെ ബാസ്റ്റിൻ അവനോട് അറിയാതെ പോലും അതിലൊരു ബട്ടണിലും അമർത്തരുത്, മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുമെന്ന് പറയും. എന്നാൽ അവൻ തിരികെ വരാൻ പോയതും കുറെ വാമ്പയറുകൾ അവനെ ആക്രമിക്കും. അതിനിടെ ഏലിയാസിന്റെ കയ്യിൽ നിന്ന് UV ലൈറ്റും താഴെ വീഴും. അവനുടനെ അവിടെ കൊണ്ടൊരു കാറിന്റെ അടിയിലേക്ക് ഒളിക്കും. ചെറിയ കുട്ടിയായോണ്ട് തൽക്കാലം ഏലിയാസിന് ആ ഗ്യാപ്പിലിരിക്കാം. അപ്പോഴേക്കും ആ കാറിന് ചുറ്റും വാമ്പയറുകൾ വരും. ഇതെല്ലാം സ്ക്രീനിലൂടെ കോക്പിറ്റിൽ നിൽക്കുന്ന നദ്ജയും ഫരീദും ബാസ്റ്റിനും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഉടനെ നദ്ജ ഇനി എയർപോർട്ടിലെത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിക്കും. അവൾ എന്തിനാ അങ്ങനെ ചോദിച്ചെന്ന് ബാസ്റ്റിന് മനസ്സിലാവില്ല. എങ്കിലും അവൻ കൂടിപ്പോയ ഒരു 10 മിനിറ്റ്, അതുമല്ല ഞാനത് ഓട്ടോമാറ്റിക് മോഡിൽ ഇട്ടേക്കുന്നുണ്ട്, കോക്പിറ്റിൽ ആളില്ലേലും കുഴപ്പമില്ല. പൊട്ടന്ന ലോക പൊട്ടൻ എന്തല്ലേ, കാര്യം പറയാം. ഉടനെ നദ്ജ അപ്പോൾ ലാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും. ഉടനെ ബാസ്റ്റിൻ അതിൽ കാര്യമൊന്നുമില്ല, ബ്രേക്കിൽ പ്രസ് ചെയ്താൽ മതി, അതിപ്പം ഏലിയാസിനെ കൊണ്ട് പോലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയും. കാര്യങ്ങളെല്ലാം ഫരീദും കേൾക്കുന്നുണ്ട്. നദ്ജ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് അവനും മനസ്സിലായില്ല. അവൾ ഉടനെ ഫരീദിനോട് ഇവൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. എന്നിട്ട് നീ എനിക്കൊരു സഹായം ചെയ്യണം, ഞാൻ മരിച്ചാലും ഏലിയാസിനെ നീ നോക്കണം, അവന് ഞാനല്ലാതെ ആരുമില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന ബാസ്റ്റിനെ ഒറ്റക്കടി. ഇപ്പം മനസ്സിലായോ അവൾ എന്തിനാ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയെന്ന്? ഏലിയാസിനെ രക്ഷിക്കണമെങ്കിൽ നദ്ജ പോയാലേ പറ്റൂ. പക്ഷേ ഇത്രയും നേരം രക്തം കുടിക്കാതെ നിന്നുകൊണ്ട് അവളുടെ ബോഡി ഭയങ്കര വീക്കാണ്. രക്തം കുടിക്കാനായിട്ട് അവിടെ ആകെ ഉള്ളത് ഫരീദും ബാസ്റ്റിനേ ഉള്ളൂ. ഫരീദിനെ കൊല്ലാൻ പറ്റില്ല, അവനൊരു നല്ല മനുഷ്യനാണ്. ബാസ്റ്റിൻ പൈലറ്റ് ആയതുകൊണ്ട് അവനെയും കൊല്ലാൻ പറ്റത്തില്ല. അതിനാണ് ബാസ്റ്റിനോട് അവൾ ഓരോന്ന് ചോദിച്ചത്. ബാസ്റ്റിൻ ഇല്ലേലും ലാൻഡ് ചെയ്യാം, ആവശ്യത്തിന് രക്തം കുടിച്ച് എന്ത് വന്നാലും ഡോറ് തുറക്കരുതെന്നും പറഞ്ഞിട്ട് അവൾ പൂർണ്ണമായിട്ടും വാമ്പയറായി പുറത്തേക്ക് ഇറങ്ങും. അവിടെ ആണേലും മൊത്തം പേരും വാമ്പയറായിട്ടിരിപ്പുണ്ട്. 8 ബാൾ ആണേൽ ഏലിയാസിനെ പിടിക്കാനായിട്ട് കാറ് നിരക്കി അവനെ പിടിക്കാൻ വന്നതും നദ്ജ അവിടേക്ക് വരും. പിന്നെ അവർ തമ്മിലൊരു മുട്ടം ഫൈറ്റാണ്.
അവനാണേൽ നജ്ജയെ ഉപദ്രവിക്കുന്നത് കണ്ട ഏലിയാസ് അവളെ രക്ഷിക്കാനായിട്ട് വാതിലിനടുത്ത് നിന്നിട്ട് 8 ബാളിനോട് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ കടിക്കാൻ പറയും. ഉടനെ 8 ബാൾ അവൻ്റെ നേരെ വരും. പക്ഷേ ഏലിയാസ് ചുമ്മാ വെല്ലുവിളിച്ചൊന്നുമല്ല. അവൻ വാതിലിന് നേരെ വരുമ്പം ആ വാതിലിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഡെറ്റനേറ്റർ പൊട്ടിച്ച് അവനെ കൊല്ലാനാണ് ഏലിയാസിൻ്റെ പ്ലാൻ. ഏലിയാസ് വിചാരിച്ചതുപോലെ തന്നെ നടന്നു. അപ്പോഴേക്കും നജ്ജ എഴുന്നേറ്റ് 8 ബാളിനെ പുറത്തേക്ക് തള്ളിയിടും. എന്നിട്ട് അവൾ നിലത്തേക്ക് വീഴും. ഏലിയാസ് ഉടനെ നജ്ജയുടെ അടുത്ത് വന്നിട്ട് അവളെ വിളിച്ചുണർത്താൻ നോക്കും. പക്ഷേ 8 ബാൾ താഴേക്ക് വീണിട്ടില്ലായിരുന്നു. അവൻ വാതിലിൽ പിടിച്ച് ഏലിയാസിന്റെ പുറകെ വരും. ഏലിയാസ് അത് കാണുന്നില്ലെങ്കിലും സ്ക്രീനിലൂടെ ഫരീദ് അത് കാണുന്നുണ്ട്. അവൻ ഉടനെ ഏലിയാസിനോട് പുറകിലേക്ക് നോക്ക്, 8 ബാൾ വരുന്നുണ്ടെന്ന് വിളിച്ചു പറയും. ഫരീദ് പറഞ്ഞത് കേട്ട് ഏലിയാസ് നോക്കുമ്പോഴേക്കും 8 ബാൾ അവന്റെ കാലിൽ പിടിക്കാനായിട്ട് നോക്കും. ഇത് കണ്ട ഫരീദ് എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കുമ്പോഴാണ് സൂര്യൻ ഉദിച്ചിരിക്കുന്നത് കാണുന്നത്. അവൻ ഉടനെ പ്ലെയിൻ പതിയെ ലിവറിൽ പിടിച്ചു വലിച്ചിട്ട് 8 ബാളിന് നേരെ സൂര്യപ്രകാശം അടുപ്പിക്കും. അതോടെ 8 ബാൾ സൂര്യപ്രകാശം അടിച്ച് കരിഞ്ഞ് താഴേക്ക് വീഴും. ഏലിയാസ് നജ്ജയെ വിളിച്ചുണർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും 8 ബാളിന്റെ ആക്രമണത്തിൽ അവൾ ടയേർഡായി പോയിരുന്നല്ലോ. ഉടനെ ഏലിയാസ് അവന്റെ കൈ മുറിച്ച് ആ രക്തം നജ്ജയുടെ വായിലേക്ക് ഒഴിക്കും. രക്തം ചെന്നതോടെ നജ്ജ കണ്ണു തുറക്കും. പക്ഷേ ഏലിയാസിന്റെ രക്തം ഉള്ളിൽ ചെന്നതോടെ വീണ്ടും അത് കുടിക്കാനുള്ള ആഗ്രഹം വാമ്പയർ ആയോണ്ട് അവൾക്ക് തോന്നും. എന്നാൽ അതേസമയം അത് സ്വന്തം മകനാണെന്നും അവൾക്കറിയാം. ഇതോടെ ഉള്ള ബോധം വെച്ച് അവൾ ഏലിയാസിനെ തള്ളിമാറ്റാൻ ശ്രമിക്കുമ്പോഴും അവൻ്റെ അടുത്തേക്ക് രക്തം കുടിക്കാനും അവൾക്ക് തോന്നും. ഇതോടെ അവൾ പൂർണ്ണമായിട്ടും വാമ്പയറായെന്ന് അവന് മനസ്സിലാവും. നജ്ജ അവനെ തള്ളി മാറ്റിയിട്ട് അവൻ്റെ അടുത്തുനിന്ന് മാറിപ്പോവും. ഈ കൊച്ചിൻ്റെ അഭിനയം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് ഇത്ര നേരം സംഭവിച്ചത്. പക്ഷെ അവനത് പുറത്തു പറയാൻ പറ്റത്തില്ലല്ലോ. ഫരീദ് എവിടെന്ന് ഹോസ്പിറ്റലിലെ നയോമിയോട് അവൻ തിരക്കും. ഫരീദ് ഇപ്പോഴും പ്ലെയിനിൽ തന്നെയാണെന്ന് കേട്ടതും ഏലിയാസ് ബഹളം വെക്കാൻ തുടങ്ങും. പ്ലെയിന് മൊത്തം വാമ്പയറുകളാണ്, അവർ ഫരീദിനെ കൊല്ലും, രക്ഷിക്കാൻ പറഞ്ഞ് ഏലിയാസ് ബഹളം വെക്കുമ്പോൾ ക്യാപ്റ്റനും നയോമിയും അത് കാര്യമായിട്ട് എടുക്കത്തില്ല. അവരുടനെ അവനെ ഇഞ്ചക്ഷൻ വെച്ച് മയക്കും. ക്യാപ്റ്റൻ വന്നിട്ട് പട്ടാളക്കാരോട് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് എങ്ങനെ പ്ലെയിനിനകത്തേക്ക് കയറണമെന്നൊക്കെ ഉള്ളൊരു മിഷൻ അവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങും. എന്നാൽ അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങും. അറിയാലോ, ആ പ്ലെയിൻ മൊത്തം വാമ്പയറുകളാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ക്യാപ്റ്റൻ പറഞ്ഞിട്ട് പട്ടാളക്കാരെല്ലാം കൂടെ വിമാനത്തിനകത്തേക്ക് കയറും. പിന്നത്തെ കാര്യം അറിയാലോ, അവരാദ്യം ഫരീദിനെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിലിരുത്തും. എന്നിട്ട് ബാക്കി പട്ടാളക്കാർ വിമാനത്തിനകത്തേക്ക് കയറും. അത് മൊത്തം വാമ്പയറുകളാ. അപ്പോഴേക്കും ഫരീദും ഏലിയാസും പറഞ്ഞത് സത്യമാണെന്ന് ക്യാപ്റ്റന് മനസ്സിലാകും. വാമ്പയറുകൾ കൂട്ടത്തോടെ പട്ടാളക്കാരെ ആക്രമിക്കും. ഇതിനിടെ ഏലിയാസ് പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഫരീദ് പ്ലെയിനിലാണെന്ന് കരുതി അവിടേക്ക് ഓടും. അതുകണ്ട് അവൻ ഏലിയാസിനെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോവല്ലേന്ന്. എന്നാൽ പട്ടാളക്കാരെ മൊത്തം തീർത്ത വാമ്പയറുകൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. ആദ്യം ഇറങ്ങിയത് നജ്ജയാണ്. അത് ഏലിയാസ് കാണും. എന്നാൽ പൂർണ്ണമായും വാമ്പയറായി മാറിയ നജ്ജയ്ക്ക് ഏലിയാസിനെ മനസ്സിലാവാതെ അവനെയും ആക്രമിക്കാൻ വരുന്നത് കണ്ടതും ഏലിയാസ് സങ്കടത്തോടെ അവൻ്റെ ടെടിയിൽ ഒളിപ്പിച്ച റിമോട്ടിലെ ആ ബട്ടൺ അങ്ങ് ഞെക്കി വിമാനം മൊത്തം പൊട്ടിത്തെറിപ്പിക്കും. നജ്ജ ഉൾപ്പെടെ വിമാനത്തിനടുത്ത് നിന്ന് എല്ലാവരും മരിച്ചു. ഫരീദ് ഉടനെ ഏലിയാസ് നിന്നിടത്തേക്ക് ചെല്ലും. അവൻ്റെ ബോധം പോയി കിടന്നത്. ഫരീദിനെ കണ്ട ഏലിയാസ് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കാണിച്ച് ഈ സിനിമയ്ക്ക് കർട്ടനിടുകയാണ് സുഹൃത്തുക്കളെ. നല്ലൊരു സിനിമയാട്ടോ. പറ്റുവാണെങ്കിൽ നിങ്ങൾ, ഇത് നെറ്റ്ഫ്ലിക്സിലാണ്, പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം. നല്ല സിനിമയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു സിനിമയുമായി കാണാം. ടാറ്റാ.